Hey guys, welcome back to my new video. Kangua guys. First of all, I'm very sorry guys. ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം ഞാൻ ഈ അടുത്താണ് ഫിലിം മുഴുവനായിട്ട് നിന്ന് കാണാൻ സമയം കിട്ടിയത്. ഇപ്പോൾ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ പടം ഒരു ഊമ്പലായിരുന്നു. എന്ത് ചെയ്യാം, എല്ലാവരും ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിലൊക്കെ നിന്ന പടമാണ്. പക്ഷേ ഞാൻ അത്ര എക്സ്പെക്റ്റ് ഒന്നും ചെയ്തില്ല. കാരണം ഇത് ലൈക്ക് എൻ്റെ ഒരു ജോണറ അല്ല, എനിക്ക് ഈ ഒരു ജോണറിനോട് താല്പര്യമില്ല പൊതുവെ. അതുകൊണ്ട് ഞാനത്ര എക്സ്പെക്റ്റ് ഒന്നും ചെയ്തില്ല. പക്ഷേ എന്താ പറയുക, പടം ഫുള്ളിരുന്ന് കണ്ടു. പടം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത്ര എന്താ പറയുക, പിടിച്ചെടുത്താൻ പറ്റുന്ന ടൈപ്പ് പടമൊന്നുമല്ല. ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിരിക്കാം, അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പക്ഷെ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, എന്തുകൊണ്ട് ഈ പടം ഊമ്പി എന്ന് മാത്രമല്ല പറയുന്നത്, ഇതിൻ്റെ നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം ഇതിൽ അങ്ങനെ പറയാൻ നല്ല കാര്യങ്ങൾ കുറച്ചുണ്ട്. ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടു. എപ്പോഴും നമ്മൾ എന്താ പറയേണ്ട, ഒരു നെഗറ്റീവ് സൈഡ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ പടത്തിൻ്റെ എന്താ പറയുന്നത്, ഡയറക്ടർ ശിവ, നമ്മുടെ ശിവ അണ്ണൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ട്, ലൈക്ക് അവതാര ടൈപ്പ്, അത്രയൊന്നും പോകുന്നില്ലായിരിക്കും. പക്ഷെ എന്തൊക്കെയോ വലിയൊരു സംഭവം മനസ്സിൽ കണ്ടിട്ടാണ് പുള്ളി ഇത് എടുത്ത് വച്ചത്. പക്ഷെ നമ്മൾ ഫൈനൽ കണ്ടപ്പോൾ, അതായത് മൂവി കണ്ടപ്പോൾ കുറേയൊക്കെ മിസ്സായിപ്പോയി. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ. അതിൻ്റെ മെയിൻ സംഭവമായിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് ഒട്ടും എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഇതിൽ ചില സീനാണെങ്കിലും ഷോട്ടാണെങ്കിലും കട്ട് ചെയ്ത് ചില കട്ട് ഉണ്ട്. ആ ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലോട്ട്, അല്ലെങ്കിൽ ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലോട്ട് കട്ട് ചെയ്യുമ്പോൾ എവിടെയൊക്കെ ഒരു കണക്ഷൻ വിട്ടു പോകുന്നു. നമുക്കൊരു കണ്ടിന്യൂറ്റി ഒട്ടും കിട്ടുന്നില്ല. എനിക്ക് പേഴ്സണലി ഒട്ടും കിട്ടിയില്ല. എവിടെയൊക്കെ എന്തൊക്കെ മിസ്സായി പോകണ പോലെ ഒരു ഇത് തോന്നി. ഇതിൻ്റെ ടോട്ടൽ റൺ ടൈം എന്ന് പറയുന്നത് 2 hours 34 minutes ആണ്. 2 മണിക്കൂറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് അതിനേക്കാൾ കൂടുതൽ വന്നിട്ട് ടൈം കളയണ്ടല്ലോ എന്ന് വെച്ച് വെട്ടി കുറച്ച് 2 മണിക്കൂർ 2.5 മണിക്കൂർ ആക്കിയതാണ് പുള്ളി. അതുകൊണ്ടാണ് കുറേയൊക്കെ മിസ്സായി പോയതെന്ന് എനിക്ക് ശരിക്കും തോന്നി. അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ചില സീനിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ഒരു കണക്ഷൻ പോയാലും എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൽ അടിപൊളി എന്ന് പറയുമ്പോൾ സൂര്യയുടെ ആ ഒരു ഇൻട്രോ, ലൈക്ക് ഫസ്റ്റ് ഇൻട്രോ അല്ല, അത് ഒരു കോപ്പ് ഇൻട്രോ, ഏതാണ്ടൊക്കെ കോപ്പന്മാർ കാണിച്ചു വെച്ചിട്ടുണ്ട്. ചുമ്മാ ഈ ക്രിഞ്ച് സാധനം ഉണ്ടല്ലോ അതുപോലെ. പക്ഷേ മറ്റേ ആ ഒരു പഴയ കാലം കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവൻ്റെ ആ ഒരു ഇൻട്രോ പ്ലസ് മ്യൂസിക്, ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതൊക്കെ നൈസ് സാധനമാണ്. അതൊക്കെ അടിപൊളിയാണ്, നമുക്ക് കണ്ടിരിക്കാം. നല്ലൊരു ഫൈറ്റ് സീനാണത്. പക്ഷെ ആദ്യത്തെ ആ ഒരു ഭാഗം എൻ്റെ പൊന്നു, എന്തിനിങ്ങനെ ഒരു മാതിരി ചില ഫിലിമിന് ആവശ്യമില്ലാതെ എന്താ പറയുക, ഈ നായകനെ പൊക്കി പറയാൻ ഒരാളും, പിന്നെ എന്താ പറയുക, പുള്ളിയുടെ ആ ഒരു സാഗെന്നും പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ചില സീൻ, അങ്ങനത്തെ ആവശ്യമില്ല. ഒട്ടും അവിടെ ആ ഒരു സീനിന് അവിടെ പ്രസക്തി ഇല്ല. അന്നേരം മതി കാണി. കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ലടേ, അതെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ. കോപ്പ് സാധനം മലര്, എനിക്ക് ക്രിഞ്ച് അടിച്ച് കണ്ടിട്ട്. ഈ സാധനം ഞാൻ വേറെ എവിടെയാണ് കണ്ടതെന്ന് വെച്ചാൽ, കൽക്കി റിലീസായല്ലോ ആ സമയത്ത് നമ്മുടെ ഈ പ്രഭാസിൻ്റെ ഇൻട്രോ ഇതുപോലെയായിരുന്നു. അതായത് ഫൈറ്റ്സ് പ്ലസ് പുള്ളിയുടെ ഒരു പാട്ടും, അതിൻ്റെ ബാക്കിലൊരു പാട്ടൊക്കെ നൈസായിരുന്നു. പക്ഷെ ആ ഒരു ഫൈറ്റ് സീനും കുറേ ക്രിഞ്ച് ഡയലോഗും അടിച്ച് അവന്മാരെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെയാണ് എനിക്ക് ഇതിലും തോന്നിയത്. അതിൽ നശിപ്പിക്കാനായിട്ട് ദിശ പട്ടാനി ഒന്നും ഇന്ത്യയിലും അത് തന്നെ. ആവശ്യമില്ലാതെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിമാണ്, നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ആവശ്യമില്ലാതെ കുറേ അളിഞ്ഞ കോമഡിയൊക്കെ അടിച്ച്, അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷെ പഴയ കാലം കാണിക്കുമ്പോൾ അവൻ്റെ ഇൻട്രോ കൊള്ളാം, പാട്ടുകൾ വലിയ പ്രശ്നമില്ലാത്ത പാട്ടുകളാണ്. എന്തായാലും ആ ഒരു എൻവയോൺമെൻറ്റ്, ലൈക്ക് ആ ഒരു കൊള്ളാം മൊത്തത്തിൽ. ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്തേക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു. ആ 5 ഐലൻഡ്സും ലൈക്ക് അതൊക്കെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് നോക്കുകയാണെങ്കിൽ, വിഷ്വൽ എഫക്ട്സ് ഒരു എനിക്ക് ഒരു 40% എനിക്ക് ഓക്കെയാണ്, വർക്കായിട്ടുണ്ട്. പക്ഷേ ബാക്കി ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചുകൂടെ ശരിയാവായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. മെയിനായിട്ട് ആ ഒരു ഫാൽക്കൻ്റെ വിഷ്വൽസൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് തോന്നും. നേരെ മറിച്ച് ചില ആനിമൽസൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ക്രോക്കഡൈലാണെങ്കിലും ക്രോക്കഡൈൽ ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, അതും അങ്ങനെ ചില ഇതൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ
മറ്റേ ബോട്ട് ഷിപ്പിൻ്റെ ഒക്കെ കുറച്ച് സീക്വൻസ് അത് ക്ലോസപ്പ് ഷോട്ട്സ് ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ വൈഡ് ആംഗിൾ ഷോട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. സൂര്യയുടെ അഭിനയമാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്, നല്ലതായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സൂര്യ മാത്രമല്ല, ഇപ്പോൾ ബോബി ഡിയോൾ ആണെങ്കിലും പിന്നെ ആ ഒരു കൊച്ചിൻ്റെ ആക്ടർ അതും അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. അങ്ങനെ വലിയ പ്രശ്നമൊന്നും പറയാനുണ്ടായില്ല. പിന്നെ വേറെ പ്രശ്നം ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോവുക. ടൈം കൂടിയതുകൊണ്ടാണോ അതോ എന്താ പറയുക, കുറച്ച് ഷോട്ടുകളും സീനുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണോ വേഗം ഇങ്ങനെ കാണിച്ചു പോവുക. ഒരു കണ്ടിന്യൂറ്റി ഒട്ടും കിട്ടുന്നില്ല. നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല എന്തിനാണ് ഇവർ ചെയ്യുന്നത്. എന്താ പറയുക, ചില കണക്ഷൻസ് ഒന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് കാണിച്ചു പോവുക. അത് എന്തോ ആവശ്യമില്ലാത്ത ഇതുപോലെ എന്നാൽ അതിൻ്റെ ആവശ്യമില്ല, കട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഇതായിരുന്നു. എനിക്ക് സത്യം പറയാൻ ആദ്യം കണ്ടപ്പോൾ ഇതെന്താ നടക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. വേറൊരു കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ഈ പടം എന്താ പറയുക, ആദ്യം കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് കുറച്ച് ശോകമാണ്. അതായത് കുറച്ച് ചില സ്ഥലത്ത് എനിക്ക് ലാഗ് തോന്നി. എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു. എനിക്ക് ഒരുമാതിരി ഉറക്കം തൂങ്ങിയ ഒരു അവസ്ഥയിലായി. എനിക്ക് തോന്നുന്നു ഇത് ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കും, ശിവാണ്ണൻ്റെ ബ്രില്യൻസ് ആയിരിക്കും എന്നെനിക്ക് തോന്നി. കാരണം പുള്ളി അത് മുൻകൂട്ടി കണ്ടിരുന്നു. അതായത് ചിലപ്പോൾ ആൾക്കാർ കിടന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. സോ അത് ഉറക്കം മാറ്റാനുള്ള സംവിധാനം പുള്ളി തന്നെ ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ആവശ്യമില്ലാത്ത ചില സമയത്ത് ചുമ്മാ ഇടുന്നൊരു അലർച്ചയാണ്. അതിപ്പോൾ നായകൻ സൂര്യയുടെ മാത്രമല്ല, ആവശ്യമില്ല എല്ലാവരും കുറേ അലർച്ചയും പാട്ടും കോപ്പും ഒരുമാതിരി ചെവിക്ക് സ്വൈര്യമില്ലാതെ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് വിറപ്പിക്കലായിരുന്നു. എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച എടുക്കണേന്നാ അങ്ങനെയൊക്കെ. പിന്നെ ചില സീനിൽ എന്താ പറയുക, ഒരു കാട്ടിൻ്റെ നടുക്ക് എവിടെയോ കിടക്കണം കുറേ ആൾക്കാർ, എവിടെയോ കിടക്കുന്ന സൂര്യയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നാണ്ട് ഒരു മറ്റേ അമ്പലപ്പറമ്പിൽ നിന്ന് കഴിക്കണം മറ്റൊരു കിളിയുടെ സാധനം ഉണ്ടല്ലോ ഊതി, ഇങ്ങനെ അതുപോലത്തെ ഏതാണ്ട് സാധനം ഇട്ട് ഇങ്ങനെ ഊതുണ്ട്. പി ഊതണ പോലെ ഊതി അവിടെ എന്താണ്ടൊക്കെ കേൾക്കണ്ട. അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് മനസ്സിലായില്ല അവരെന്താ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പി ഊതി കമ്മ്യൂണിക്കേഷൻ ചെയ്തു. അങ്ങനെ കുറേ അവരത് സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇരുന്ന് സഹിച്ചു. എന്നാലും മുഴുവൻ ഇരുന്ന് കാണാതെ പറ്റൂലല്ലോ. ഇപ്പോൾ സൂര്യയുടെ ഇൻട്രോ കൊള്ളായിരുന്നു. അതോടൊപ്പം എനിക്ക് വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു മുതലായിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസും കൊള്ളാം. അതും അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തു വച്ചിട്ടുണ്ട് അവർ. പ്രശ്നമൊന്നും പറയാൻ അതൊക്കെ നൈസ് ഭാഗമാണ്. എല്ലാം അങ്ങനെ കൊള്ളൂല എന്ന് പറയാൻ പറ്റില്ല. ചില ഫൈറ്റ് സീനൊക്കെ നല്ലതാണ്. അവസാനത്തെ മറ്റേ ക്ലൈമാക്സ് ഫൈറ്റ് സീന് ഒരുമാതിരി ഏറ്റവും എന്തൊക്കെയാണ് പൂമ്പിച്ചത്. ഭയങ്കര വലിയ മസിൽ, ഇത് ഭയങ്കര വോറിയർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് അവനെ ഒരുമാതിരി വില്ലനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ചുമ്മാ കൊങ്ങയ്ക്കോട് ചേർത്തുമ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പോലെയായി. അതൊക്കെ ഇത് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. പിന്നെ എന്താ പറയുക, മറ്റേ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു പാട്ടൊക്കെ ഇട്ട് ഈ പാസം കാണിക്കണം. അത് പിന്നെ തമിഴ് എന്താ പറയുക, കോളിവുഡിലെ സ്ഥിരം കാണുന്ന ഒരു ലൈനാണ്. ഈ പാസം കാണിക്കും സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗം എത്തുമ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പാസം കാണിച്ച് ആ ഒരു ഇമോഷണൽ ഒരു വേ കാണിച്ചു കൊടുക്കുന്ന സിനിമകൾ. അതിപ്പോൾ എന്താ പറയുക, സ്ഥിരമായി എന്താ പറയുക, കണ്ട് മടുത്തു. ഇതൊക്കെ കണ്ട് മടുത്തു. പക്ഷെ ഇതിൽ അതുപോലെ തന്നെ നമുക്ക് ട്രെയിലറിൽ കണ്ട മിക്ക സംഭവങ്ങളും ഇതിലുണ്ട്. മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ലൈക്ക് കളർ ഷിഫ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു ഐലൻഡിൽ ഒരു ബ്രൗണിഷ് ടോൺ ആണെങ്കിൽ വേറൊരു ഐലൻഡിൽ ഒരു ഗ്രീൻ ടച്ച് ഉള്ള ഒരു ഇത്, അതൊക്കെ നൈസായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഷിഫ്റ്റ് പെട്ടെന്ന് രണ്ട് കളേഴ്സൊക്കെ തമ്മിലുള്ള ഷിഫ്റ്റ്, ആ കളർ ഗ്രേഡിങ്, ആ ഒരു ഭാഗമൊക്കെ നൈസാകും, കൊള്ളാം. അതൊക്കെ കൊള്ളാം. അതുപോലെ തന്നെ ഇതിൽ എന്താ പറയുക, ആ ഒരു കാലഘട്ടം, അതായത് ആ ഒരു ആ ഒരു ടൈമാണെന്നൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. ലൈക്ക് ആ ഒരു കോസ്റ്റ്യൂം ആണെങ്കിലും അവരുടെ വേ ഓഫ് ടോക്കിംഗ് ആണെങ്കിലും, അതുപോലെ തന്നെ എന്താ പറയുക, എന്നിട്ട് അവരുടെ വീടുകളാണെങ്കിലും ഇപ്പോൾ വേട്ടയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് എനിക്ക് സൂര്യൻ ആ ഒരു പഴയ കാലഘട്ടം ആ ടൈം ലൈനിൽ കാണിക്കുന്നതിൻ്റെ അഭിനയമൊക്കെ അടിപൊളിയാണ്, നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ഈ ഫ്യൂച്ചർ ലൈക്ക് 2024 ഈ ഒരു പ്രസൻറ്റ് ടൈം ലൈൻ കാണിക്കുന്നത് കുറച്ച് ബോറായിപ്പോയി. കുറച്ചല്ല, നല്ലോണം ബോറായിപ്പോയി. ഫസ്റ്റ് തന്നെ ആവശ്യമില്ലാത്ത കുറേ കോമഡി, കുറേ അളിഞ്ഞ ഡയലോഗും ഗ്രണ്ടും ഒക്കെ വെച്ച് അമ്മമാരെ നശിപ്പിച്ച് വെച്ചു. സെക്കൻഡ് ഹാഫ് മറ്റേ
ആ 2 ടൈം ലൈനും ഇങ്ങനെ പാരലലി കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഷിഫ്റ്റ് ചെയ്ത് അത് കുറച്ച് എന്താ പറയുക, അവിടേക്ക് എന്തൊക്കെയോ പ്രശ്നം പോലെ തോന്നി. ഒന്നും കണക്റ്റ് ഉണ്ടായില്ല. അതുപോലെ എന്താ പറയുക, വെടിയുണ്ടൊക്കെ മറ്റേ ഒരാൾ വെടി വെച്ചിട്ടും ഇങ്ങനെയൊക്കെ ഓടാൻ പറ്റുമോ ഒരു മനുഷ്യന്? അവൻ എന്തിനാണ് ഇപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ ആ കൊച്ചായിട്ട് വലിയ കണക്ഷൻ ഒന്നും അവൻ കാണിക്കുന്നില്ല. അവനെ ഇങ്ങനെ രക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ അത്ര ഒരു സ്ട്രോങ് ബോണ്ട് അവർ തമ്മിലുണ്ടെന്ന് കാണിക്കുന്നില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു എന്താ പറയുക, ആ ലാസ്റ്റ് എൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ശരിക്കും എന്താ പറയുക, അവനും പണ്ടത്തെ കാലം ഓർമ്മ വരുന്നത് പോലെ പെരുമാറാൻ തുടങ്ങുന്നു. പക്ഷെ അങ്ങനെ ഓർമ്മ വന്നിട്ടില്ല, നമുക്ക് ലാസ്റ്റ് സീൻ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അങ്ങനത്തെ ചില ഏരിയാസിലാണ് ഇവിടെ പ്രശ്നം. അല്ലാതെ മൊത്തം ആ ഒരു പടം ഫുള്ള് ബോറാണെന്നോ ക്രിഞ്ചാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ മെയിൻ എലമെൻറ്റ്സ് വരുന്ന എല്ലാ ഭാഗവും അവന്മാർ മുമ്പിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം കൊള്ളാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എല്ലാം ഈ മൂവിക്ക് പല 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 കാര്യങ്ങളുണ്ട്. അതിലെ മെയിൻ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാതിരുന്ന കാര്യങ്ങളൊക്കെ അവന്മാർ തുലച്ചു വെച്ചിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ അടിപൊളിയൊക്കെ ഉണ്ട്. എന്ത് പറയാൻ. അപ്പോൾ എന്താ, ഇത്രയൊക്കെയാണ് എനിക്ക് പണം കണ്ടതിൽ വെച്ച് പറയാനുള്ളത്. നിങ്ങളും കണ്ടു നോക്കുക, കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, കണ്ടു നോക്കുക. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാം, അതൊന്നും പ്രശ്നമില്ല. അലർച്ചയുള്ളതുകൊണ്ട് നിങ്ങൾ എണീറ്റോളും കൃത്യസമയമാകുമ്പോൾ. ഇനി വല്ല എന്താ പറയുക, അലാറം വല്ല ഈ അലർച്ച വല്ലതും വെക്കണം, വേഗം ചാടി എണീക്കാം, എന്തെങ്കിലുമൊക്കെ അല്ലാതെ എന്ത് പറയാനോട്. കണ്ടു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂന്ന് നിങ്ങൾ ആ ഒരു പടം ചിന്തിച്ച് നോക്ക്. അപ്പോൾ ഓക്കെയാണ്, അത്രയ്ക്കുള്ളൂ.